എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശ്രീ എം ജി കെ പിള്ള സാർ ചെയ്ത പോലെ അബദ്ധം ഞാൻ ചെയ്യില്ല, പേര് പറഞ്ഞു തുടങ്ങുക എന്നുള്ളത്. അതുകൊണ്ട് വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നെ ഒരു ഡൽഹി നായർ സമുദായത്തിന്റെയോ സമാജത്തിന്റെയോ ഭാഗമാക്കി മാറ്റി ഇത് ശ്രീ എം ജി കെ പിള്ള സാറാണ് എന്നെ ഇപ്പോൾ പ്രോഗ്രാമുകളിലേക്ക് ക്ഷണിച്ചതുകൊണ്ട് അതിന് ആദ്യം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഇത്ര വലിയൊരു സമൂഹം, മലയാളികളുടെ ഒരു സമൂഹം ഡൽഹിയിലുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അങ്ങനെ അറിയാനും കുറച്ചുപേരെയൊക്കെ പരിചയപ്പെടാനും കഴിഞ്ഞതിൽ വലിയൊരു സൗഭാഗ്യമായിട്ട് കാണുന്നു. അതിന് ഒരിക്കൽ കൂടി ഇത്തരം വേദികളിൽ ക്ഷണിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു. നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ആഘോഷിക്കുന്നത്, അന്ന് പറയുന്നത് ശരിയല്ല, ആചരിക്കുന്നത് പരാപട്ടാര ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 100ാം ശതാബ്ദി ആണ്. ഇവിടെ പറയാനായി നമ്മളെ സ്വാഗതം ചെയ്ത ശ്രീ ജയപ്രകാശ്, അദ്ദേഹം NSS സമുദായത്തിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഏതൊരു സമൂഹത്തിന്റെയും മുൻപിൽ ചില വ്യക്തികൾ ഉയർന്നു വരും. നമുക്കറിയാം, നമ്മുടെ സമുദായ ആചാര്യൻ എങ്ങനെയാണ് ഒരു കാലഘട്ടത്തില് ഒരു സമൂഹത്തിന്റെ ഇടയിൽ പ്രവർത്തിച്ചതെന്നും അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വലിയ അനീതികളെയും പ്രശ്നങ്ങളെയും മാറ്റാനും സമൂഹത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് കൊണ്ടുവരാനും വേണ്ടി സാമൂഹ്യ രാഷ്ട്രീയപരമായ ഇടപെടലുകൾ നടത്താൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഒരു ചേഞ്ചാണ് ഇതുപോലുള്ള ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയതും ആ സമൂഹത്തിന്റെ താഴോട്ട് പോക്കിനെ കുറെയെങ്കിലും പിടിച്ചു നിർത്താനായിട്ട് അന്ന് കേരളത്തിൽ അത് കഴിഞ്ഞതും. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഒരു ആത്മീയ ആചാര്യന്റെ ഒരു പ്രവർത്തനവും. രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഒരു സമൂഹത്തിന് ഒരു ആത്മീയമായ ചൈതന്യം കൊടുക്കുക, അതിന് ഡയറക്ഷൻ കൊടുക്കുക എന്നുള്ളതും ഒരു ആവശ്യമാണ്. അതിന് നമ്മൾ ഒന്നില്ലെങ്കിൽ ആചാര്യൻ നമ്മളെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊരു ആചാര്യനെ സെലക്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു സമൂഹം ഒരു ആചാര്യനെ അങ്ങനെ അഡോപ്റ്റ് ചെയ്തിരിക്കുകയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രീ ചട്ടമ്പി സ്വാമികൾ നമ്മുടേത് കൂടെ ആകുന്നു എന്ന് ഞാൻ കരുതുന്നു. എന്തുകൊണ്ട് ഒരു ആചാര്യന്റെ പ്രവർത്തനങ്ങൾ ഒരു സമൂഹത്തിന് പ്രാധാന്യമുണ്ട് എന്നുള്ളതിന് നമുക്ക് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യമാണ് ഏത് തരത്തിലുള്ള ആത്മീയ ബോധമാണ് ഒരു സമൂഹത്തിന് ഉണ്ടാകേണ്ടത് എന്നുള്ളതിനുള്ള ചോദ്യം. അത് പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ നിലനിൽക്കുമ്പോൾ പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യത്യസ്തരാണോ, അവർ നിങ്ങൾ അവരുടെ ഭാഗമാണോ, ഏത് തരത്തിലുള്ള ഇന്ററാക്ഷനാണ് നിങ്ങളുടെ സമൂഹവും മറ്റ് പൊതുസമൂഹവുമായിട്ട് നടത്തേണ്ടത് എന്നുള്ളതെല്ലാം ഒരു ചോദ്യമായിട്ട് പലപ്പോഴും വരാറുണ്ട്. നിങ്ങൾ അവയിൽ നിന്നും വ്യത്യസ്തരാണോ? അല്ലല്ലോ. അപ്പോ നമ്മൾ ചൂസ് ചെയ്യുന്ന ആചാര്യൻ എപ്പോഴും ഒരു പൊതുസമൂഹത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന വ്യക്തിത്വമായിരിക്കണം. എപ്പോഴും പൊതുസമൂഹത്തിന്റെ ശബ്ദം ഉയർത്തിയവനായിരിക്കണം. നാം എല്ലാം ഒന്ന് എന്നുള്ള ആ ഒരു അടിസ്ഥാന അറിവ് പുറത്തു വന്ന അദ്ദേഹത്തിലൂടെ ആയിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു സെപ്പറേറ്റ് ഐഡന്റിറ്റി ഉണ്ടാക്കാനുള്ള പ്രവർത്തനമല്ല, നമ്മൾ സമൂഹത്തിന്റെ ഭാഗമാണെന്നും അതിൽ എഴുതി ചേർത്ത് പ്രവർത്തിക്കേണ്ടവരാണെന്നും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഒരു വഴിയും കൂടി ആയി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗുരുസ്ഥാനീയത സമൂഹത്തിന് വളരെ യോജിച്ചതാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയവും വേണ്ട. ഞാൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് സംസാരിക്കാൻ യോഗ്യനാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ മേഖല ശാസ്ത്ര മേഖലയാണ്. ഇവിടെ പറയേണ്ട ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ആത്മീയ മേഖലയിലും കൂടെ സംസാരിക്കാനും അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഉള്ള താല്പര്യം പ്രകടിപ്പിക്കാനും തയ്യാറാവുന്ന ഒരാളെന്ന നിലയിൽ കുറച്ച് വാക്കുകൾ മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ആയതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ശാസ്ത്ര മേഖലയിൽ വന്നത് എനിക്കുണ്ടായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റിലൂടെയാണ്. എന്റെ ചെറുപ്പകാലഘട്ടത്തിൽ
എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനൊരു ശാസ്ത്ര താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നതുകൊണ്ട് മാത്രമല്ല എൻ്റെ ചുറ്റുമുണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരും അധ്യാപകരും ഒക്കെ ആ മേഖലയിലേക്ക് എനിക്കുണ്ടാക്കിയ താല്പര്യത്തിൽ നിന്നാണ് എനിക്ക് കണക്കും സയൻസും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ പഠിക്കാനും അങ്ങനെ അക്കാലഘട്ടത്തിൽ സ്കൂളിൽ എൻ്റെ നാട്ടിൻ പുറത്തുണ്ടായിരുന്ന സ്കൂളിൽ ഒരു ഉയർന്ന വിദ്യാഭ്യാസ വഴിയിലേക്ക് പോകാനുള്ള താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ അവർക്കെല്ലാം കഴിഞ്ഞത്. പക്ഷെ അതിനൊപ്പം തന്നെ നമ്മൾ ജീവിച്ചൊരു സമൂഹമുണ്ട്. ആ സമൂഹത്തില് കുടുംബമുണ്ട്, ചുറ്റുവട്ടത്തുള്ള സുഹൃത്തുക്കളുണ്ട്, കൂട്ടുകാരുണ്ട്. അവരെല്ലാം നമ്മളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു. അത് ശാസ്ത്രീയ മേഖലയിലേക്കുള്ള സ്വാധീനമുണ്ട്. അതിനൊപ്പം തന്നെ നമ്മൾ ആരാണെന്നുള്ള ചോദ്യത്തെക്കുറിച്ചുള്ള ആ ചോദ്യത്തിന് ഉത്തരത്തിലുള്ള സ്വാധീനമുണ്ട്. അത് കുറെ കൂടെ വികസിപ്പിക്കപ്പെട്ടത് നമ്മൾ വായനയിലൂടെയും പഠനത്തിലൂടെയാണ് കുറെ വർഷങ്ങൾക്ക് ശേഷം. ആ വികാസം നമ്മളെ കൊണ്ട് എത്തിച്ചത് പ്രത്യേകിച്ച് ശാസ്ത്ര മേഖലയിൽ കൂടുതൽ അറിയാനും വായിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞതിന് ശേഷം ഒരു അടിസ്ഥാനപരമായ ഒരു അറിവിലേക്കാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. കാരണം കൂടുതൽ മനസ്സിലാക്കി വരുമ്പോഴും കൂടുതൽ കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് തിരിച്ചറിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സമയമുണ്ട്. പ്രത്യേകിച്ച് ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ അഹംഭാവം മാറ്റിവെച്ച് നോക്കുകയാണെങ്കിൽ പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യമാണത്. എനിക്കറിയാവുന്ന അറിവുകളുടെ അളവ് വളരെ കുറവാണെന്നും അറിഞ്ഞുകൂടാത്ത മേഖലയാണ് കൂടുതലെന്നും തിരിച്ചറിയുന്ന ഒരു അവസ്ഥയുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഈ ബാഹ്യ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ ആന്തരികമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും തയ്യാറാകും. അപ്പോഴൊക്കെയാണ് നമ്മൾ അക്കാര്യത്തിൽ വായിക്കാനും അറിയാനും അന്വേഷിക്കാനും ഒക്കെ തുടങ്ങുന്നത്. പലപ്പോഴും എനിക്ക് തോന്നുന്നത് നമുക്കറിയില്ല എന്ന് പറയാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളുടെ ശാസ്ത്ര മേഖല ഒരുപാട് പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഭാരതത്തില്. അപ്പൊ ഞാനൊക്കെ എനിക്ക് നമുക്കെല്ലാം അറിയാം, നിങ്ങളൊക്കെ അത്ര ചെറുപ്പക്കാരാണെന്ന് പോലെ എവിടെയുള്ളത് എന്റെ പ്രായത്തിൽ ഒരുപാടധികം ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു മെജോറിറ്റി അങ്ങനെയുള്ളവരാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഒരു 50-60 വർഷ കാലഘട്ടത്തിൽ ഉണ്ടായ ശാസ്ത്ര മേഖലയുടെ വികാസത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മളൊക്കെ ടെലിവിഷൻ കണ്ടു തുടങ്ങിയത് തന്നെ 1979-80-കളിലാണ്. മേബി അതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഡൽഹിയിലൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമൊക്കെ ഇതുപോലെ ഇത്രമാത്രം വികസിച്ചത്, ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയും ഉപഗ്രഹ സാങ്കേതിക മേഖലയൊക്കെ വികസിച്ചത് ഏകദേശം 60 വർഷങ്ങൾ ആയിട്ടുള്ളൂ. മനുഷ്യൻ തന്നെ ഇത്ര ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, അമേരിക്കയിലേക്ക് ഫോൺ കോൾ വിളിക്കാവുന്ന പോലും ഒരു കാലഘട്ടത്തിൽ സാധ്യമല്ലായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഒരു ഫോൺ വിളിച്ചിട്ട് കാത്തിരിക്കണമായിരുന്നു മണിക്കൂറുകൾ. ഇന്ന് നമുക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അത്രമാത്രമുള്ള മാറ്റമാണ് ഈ കഴിഞ്ഞ കുറച്ച് ദശകങ്ങളിൽ കൂടി നമ്മുടെ ചുറ്റുമുണ്ടായത്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നോ ഇപ്പൊ നമ്മുടെ സാങ്കേതിക മേഖല തികവല്ല, നമ്മൾ എത്തിക്കഴിഞ്ഞു എന്ന് തോന്നുന്ന ഒരു സമൂഹം പലപ്പോഴും ആയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് എത്രയോ മില്യൺ വർഷങ്ങളായി കഴിഞ്ഞു. ഈ കഴിഞ്ഞ 100 വർഷത്തിനുള്ളിൽ മാത്രമാണ് നമുക്ക് ഇത്തരം ഒരു സാങ്കേതിക വിദ്യ നമ്മുടെ സ്വന്തം കയ്യിലായിട്ടുള്ളത്. നമ്മുടെ സാങ്കേതിക മേഖലയുടെ വികസനത്തിന്റെ ഒരു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറയും, അതൊരു എക്സ്പോണൻഷ്യലാണ്. ഓരോ വർഷവും അതിനുണ്ടാകുന്ന മാറ്റം അത്ര വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 100 വർഷത്തിനുള്ളിൽ നമുക്ക് നേടിയ കാര്യങ്ങൾ അതിന് മുമ്പത്തെ 100 വർഷത്തിൽ നേടിയിരുന്നില്ല, എന്നാൽ അതിന് മുമ്പുള്ള 100 വർഷത്തെ എത്രയോ കുറവായതെന്ന് തിരിച്ചറിയുന്നു. ഇനി വരും 100 വർഷങ്ങളിൽ ഏത് തരത്തിലായിരിക്കും അതിന്റെ വികാസം എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. ഞാനിത് പറയാൻ കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ ശാസ്ത്ര മേഖലയിലെ വികസനത്തിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ അത്ര വലുതായിട്ടൊന്നും വികസിച്ചിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് നമുക്കുണ്ടാകുന്നത്. കാരണം കഴിഞ്ഞ 100 വർഷത്തിനുള്ളിൽ മാത്രമാണ് അത് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവുകളുടെ റേറ്റ് ഓഫ് ഗ്രോത്ത് ഇനിയും വർദ്ധിക്കാനിരിക്കുന്നതേ ഉള്ളൂ. സാങ്കേതിക മേഖലയിലെ വികസനം ഈ വരും വർഷങ്ങളിൽ വരാൻ പോകുന്നത് ഭാഗ്യത്തിന് നമ്മളൊന്നും ഉണ്ടാവില്ല. കാരണം അടുത്തൊരു 100 വർഷത്തിനുള്ളിൽ ഏത് തരത്തിലുള്ള ടെക്നോളജികളാണ് നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് പറയാൻ പോലും ആവില്ല, ചിന്തിക്കാൻ പോലും ആവില്ല എന്നുള്ളതാണ് സത്യം. അതിനെക്കുറിച്ച് പ്രഡിക്ഷനൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഭാവിയിൽ സാങ്കേതിക മേഖല ഇത്തരത്തിലാവും ഇത്തരത്തിലാവില്ല എന്നൊക്കെ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമുക്കറിയാം പല പ്രഡിക്ഷനുകളും വാസ്തവമായി മാറാറില്ല. എങ്കിൽ പോലും നമുക്ക് പ്രതീക്ഷിക്കാം വരും 100 വർഷങ്ങളിൽ നമ്മളുണ്ടാകുന്ന ചേഞ്ച്. എന്നാൽ അതൊരു
1000 വർഷത്തിൽ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കൂ. 1000 വർഷം കഴിയുമ്പോൾ മനുഷ്യൻ ഏത് തരത്തിലായിരിക്കും പ്രവർത്തിക്കുക ഇവിടെ, എന്ത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസ രീതി ആയിരിക്കും നമുക്ക് ഇവിടെ ഉണ്ടാവുക, ഏത് തരത്തിലായിരിക്കും ആളുകൾ യാത്ര ചെയ്യുക, എന്ത് ഭക്ഷണമായിരിക്കും കഴിക്കുക, എനിക്ക് ശരിക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും ആവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ശാസ്ത്ര മേഖലയിൽ ഉണ്ടാകുന്ന ഇത്ര വലിയൊരു എക്സ്പ്ലോസീവ് ഗ്രോത്ത് ഉണ്ടെങ്കിൽ പോലും മനുഷ്യന്റെ അടിസ്ഥാനപരമായ സ്വഭാവങ്ങൾക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതാണ് എൻ്റെ ഒരു സ്വഭാവ വിശേഷം. മനുഷ്യൻ എപ്പോഴും അടിസ്ഥാനപരമായിട്ടൊരു ജന്തുവാണ്. അവന്റെ ചില ഇൻസ്റ്റിങ്റ്റുകളുണ്ട്. അപ്പൊ ആ ഇൻസ്റ്റിങ്റ്റിലൂടെയാണ് അവൻ പ്രവർത്തിക്കുന്നത്. ഏത് തരത്തിലുള്ള സാങ്കേതിക വിദ്യ നിങ്ങളുടെ ചുറ്റും വന്ന് ഉണ്ടായാൽ പോലും ഈ ചോദ്യങ്ങൾ എപ്പോഴും നിലനിൽക്കും. അതിന് മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ആ ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഞാൻ ആരാണെന്നും ഞാൻ എന്തിനു വേണ്ടി ഇവിടെ വന്നു എന്നുമുള്ള ചോദ്യമായിരിക്കും. അതിനുവേണ്ടിയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ഈ ഇത്ര വലിയ ഗ്രോത്ത് ഉണ്ടാകുമ്പോഴും മനുഷ്യന്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവിടെയാണ് ആത്മീയതയുടെ പ്രാധാന്യം ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യകൾ എത്ര വലുതാകുന്ന സമയത്തും എനിക്കറിയാം, വലിയ സംശയമൊന്നും വേണ്ട, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ ചൊവ്വയിലും ചന്ദ്രനിലൊക്കെ പോയി താമസിക്കുകയും കോളനികൾ ഉണ്ടാക്കുകയും ചിലപ്പോൾ സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളിലേക്ക് കുടിയേറാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും അതിനു വേണ്ടിയിട്ട് ഉള്ള സിസ്റ്റങ്ങളൊക്കെ റെഡിയാക്കി സ്പേസ് മേഖലയിൽ, ഞാൻ സ്പേസിൽ നിന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതൊക്കെ പറയുന്നത്. ഇനി മറ്റു മേഖലയിലേക്ക് പറയാൻ കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയുമെങ്കിൽ പോലും പ്രത്യേകിച്ച് മെഡിക്കൽ മേഖലയിൽ നോക്കിയിട്ട് നമ്മളൊക്കെ ഇപ്പം 100 വർഷം ജീവിച്ചിരിക്കും എന്ന് പറയും. എനിക്ക് വലിയ സംശയമൊന്നുമില്ല, ഒരു 100 വർഷം കഴിയുമ്പോഴേക്കും നമ്മളുടെ ആയുസ് ഏകദേശം 200 വർഷമെങ്കിലും ആയിരിക്കും മനുഷ്യന്റെ ആയുസ്. കാരണം അതാണ് പ്രെഡിക്റ്റ് ചെയ്യപ്പെടുന്നത്. കാരണം മനുഷ്യന്റെ ഇപ്പൊ തന്നെ നമ്മുടെ ആവറേജ് ആയുസ് 70 വർഷമായി കഴിഞ്ഞു. അത് 35 വർഷം 40 വർഷമായതുപോലെ ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ്. ഇനി വരും വർഷങ്ങളിൽ കൂടിക്കൊണ്ടേയിരിക്കുക മാത്രമല്ല, അത് കൂട്ടാനുള്ള ടെക്നോളജികൾ നമ്മുടെ ചുറ്റും വന്നു കഴിഞ്ഞിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഓർഗനുകളൊക്കെ റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള പ്രൊഡക്ഷൻ ഫാക്ടറികൾ ഉണ്ടാവും. നിങ്ങളുടെ മെമ്മറികൾ മാത്രമായിട്ട് സൂക്ഷിക്കാൻ വയ്ക്കാനുള്ള സിസ്റ്റങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ അറിവുകൾ നിങ്ങളിലേക്ക് ഇൻഫ്യൂസ് ചെയ്യപ്പെട്ടുള്ള മെഷീനുകൾ ഉണ്ടാവും. സ്കൂളിൽ പോയി പഠിക്കേണ്ടിയൊന്നും വരില്ല. അത് നിങ്ങൾ പോയി ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അറിവുകൾ ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജികളൊക്കെ ചുറ്റുമുണ്ടാവും. നിങ്ങൾക്ക് ശരീരം പോലും ആവശ്യമില്ലാത്ത അവസ്ഥയുണ്ടാവും, എന്നാൽ പോലും ഒരു വ്യക്തി അത് നിലനിൽക്കാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള ടെക്നോളജികളായിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പൊ ഇതെല്ലാം വന്നു കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കും, ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിന്റെ സിഗ്നിഫിക്കൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഭൗതികമായ ഗ്രോത്ത് ഉണ്ടാകുന്നത് ചുറ്റുമുണ്ടാകുമ്പോൾ ഈ ഒരു അവസ്ഥ മനുഷ്യനെല്ലാം ഉണ്ടാകും. ഇതിനെക്കുറിച്ച് അടുത്ത കാലത്ത് ഞാനൊരു പ്രഭാഷണം കേട്ടു. ഞാൻ ഇതിന്റെ ഒപ്പം പറയേണ്ടി വരും. യുവൽ നോവ ഹറാറി എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഹോമോസാപ്പിയൻസ് എന്നൊരു പുസ്തകം എഴുതുന്നു. കുറച്ച് പേരൊക്കെ വായിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അദ്ദേഹം അടുത്തൊരു പുസ്തകം എഴുതുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചാണ്. AI ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം അറിയാമല്ലോ, നിങ്ങളുടെ ഫോണിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ AI അദ്ദേഹം വിളിക്കുന്നത് ഏലിയൻ ഇന്റലിജൻസ് എന്നാണ്, നോട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അദ്ദേഹം പറയുകയാണ്, അടുത്തൊരു 25 വർഷത്തിനുള്ളിൽ AI മനുഷ്യബുദ്ധിയെയും മനുഷ്യന്റെ കഴിവുകളെയും ഓവർടേക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞതൊന്നും വാസ്തവമാണെന്ന് വിചാരിക്കണ്ട, അദ്ദേഹം പറയുന്നത് മാത്രമേ ഉള്ളൂ. അതിനെതിരെ ഉള്ള ഒപ്പീനിയനുകൾ പുറത്തു വന്നിട്ടുണ്ട്, അത് സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഒരു പ്രഡിക്ഷൻ എന്ന നിലയിൽ നിങ്ങൾക്ക് കാണാം, AI എല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. മനുഷ്യൻ ചെയ്യേണ്ട പ്രവൃത്തികൾ പലതും മെഷീനുകൾ ഏറ്റെടുക്കും. മനുഷ്യൻ പിന്നെ കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. ഒന്നും ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകാത്ത രീതിയിലേക്കുള്ള മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്യേണ്ടത് മറ്റ് മേഖലയിൽ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മളിത് ചെയ്യുന്ന ട്രഡീഷണൽ വർക്കുകൾ പലതും ആവശ്യമില്ലാത്ത അവസ്ഥ വരും. പ്രത്യേകിച്ച് വക്കീലന്മാരെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയാം, വക്കീലന്മാർക്കൊന്നും പണിയില്ലാതാണ്. കാരണം അവരെക്കാൾ നന്നായിട്ട് ഒരു കേസ് പഠിക്കാനും ഒരു അക്കാഡമിക് തയ്യാറാക്കാനും ഒരു AI എഞ്ചിന് കഴിയും. ഡോക്ടർമാരുണ്ടെങ്കിൽ അവരോട് പറയാം, ഡോക്ടർക്കൊന്നും പണിയില്ലാതാണ്. കാരണം ഒരു രോഗിയുടെ ഡയഗ്നോസ് ചെയ്യാനുള്ള ഇന്നത്തെ കഴിവ് അവരുടെ മെമ്മറിയിലുള്ള അറിവുകളാണ്. ആ മെമ്മറിയിലുള്ള അറിവുകൾ ടെസ്റ്റ് ഡാറ്റയുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. ആ ഡയഗ്നോസിസിനുള്ള
ഡാറ്റാബേസ് അയാളുടെ ഓർമ്മകൾ മാത്രം. ഇപ്പോഴത്തെ ഓർമ്മകളെല്ലാം കമ്പ്യൂട്ടറിലേക്ക് ലക്ഷക്കണക്കിന് രോഗികളുടെ ഡാറ്റ അതിനകത്ത് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ എഞ്ചിന് ഏതൊരു ഡോക്ടറേക്കാൾ നന്നായിട്ട് ഒരു പർട്ടിക്കുലർ പേഷ്യന്റ് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡയഗ്നോസ് ചെയ്ത് റീസൺ കണ്ടുപിടിക്കാൻ പറ്റും. അത് ആർക്കും സംശയമൊന്നും അക്കാര്യത്തിലുണ്ടാവില്ല. ഇന്ന് സ്കിൽഫുൾ ആയിട്ട് റോബോട്ടിക് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഒരു നല്ലൊരു സർജനേക്കാളും മെഷീനുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുറച്ച് കഴിയുമ്പോൾ പ്രോസസർ നടത്തുന്ന ജോലിയില്ലാതാവും. കാരണം അവരെ പഠിപ്പിക്കുന്നതിനേക്കാളും നന്നായിട്ട് പഠിപ്പിക്കാനായിട്ട് ഇനി വരുന്ന AI ഡ്രിവൺ എഞ്ചിനുകൾക്ക് കഴിയും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പല പല പ്രൊഫഷനുകളും ആവശ്യമില്ലാതായി മാറും. നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെടും. അപ്പോൾ ഇത്തരം വലിയൊരു ടെക്നോളജി എക്സ്പ്ലോഷൻ ഉണ്ടാകുമ്പോൾ ഗുരുക്കന്മാരുടെ ആവശ്യം എവിടെ? മഹാഗുരുക്കന്മാരുടെ ആവശ്യം തന്നെ എവിടെ? ആത്മീയതയുടെ തന്നെ ആവശ്യം എവിടെ എന്നൊരു ചോദ്യം വരും. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇതെല്ലാം മെഷീനുകളാണെങ്കിൽ മെഷീനുകൾക്കില്ലാത്ത ഒരു വലിയ സ്വഭാവവിശേഷം മനുഷ്യനുണ്ട്. മനുഷ്യൻ ജന്തുവാണെങ്കിലും ഒരു ജീവിയാണെങ്കിലും അവനൊരു കോൺഷ്യൻസ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അത് ഏത് തരത്തിലാണ് ഡിഫൈൻ ചെയ്യേണ്ടതെന്ന് പലപ്പോഴും തർക്ക വിഷയമായതുകൊണ്ട് അത് അതിലേക്ക് പോകുന്നില്ല. പക്ഷേ നല്ലത് ശരി എന്ന് പറയുന്ന ആ വിവേചനം നടത്തിയെടുക്കാനും എന്തിലേക്ക് പ്രവർത്തിക്കണമെന്ന് ചെയ്യരുതെന്നും ഉള്ള ഒരു വിവേചന ബുദ്ധി ഉണ്ടാക്കാനും പലപ്പോഴും മെഷീനുകൾക്ക് സാധ്യമല്ല. ഇതാണ് നോവൽ ഹരാരി അദ്ദേഹത്തിന്റെ ബുക്കിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അത്തരം വിവേചന ബുദ്ധികളെ പലപ്പോഴും മനുഷ്യനെ തയ്യാറെടുപ്പിക്കുന്നത് ആത്മീയ ചിന്തകളും വിചാരങ്ങളും എക്സ്പീരിയൻസുകളുമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമൂഹം ഏതു തരത്തിലുള്ള അവികസനത്തിലേക്ക് ശാസ്ത്ര മേഖലയിലൂടെ കടന്നു പോകുമ്പോഴും ഈ ഒരു ആസ്പെക്റ്റിനെ കുറിച്ച് നമ്മുടെ തലമുറകളെ ബോധവൽക്കരിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ അവരെല്ലാം മെഷീനുകളായി മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. അവർക്ക് മെഷീനുകൾക്കൊപ്പം ചിന്തിക്കാനായിരിക്കും അവർക്ക് താല്പര്യം. അതായത് ശരി എന്നവർ വിചാരിക്കുകയും ചെയ്യും കുറെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഗുരുക്കന്മാര് നമ്മുടെ സമൂഹത്തിന് ആവശ്യമായത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ സ്പിരിച്വൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന് ആവശ്യം വരുന്നത്. ഈ ഒരു ആസ്പെക്ട് മാത്രമേ നമുക്ക് അവർക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. മറ്റൊന്നിനും ഉപയോഗിക്കുമ്പോഴാണ് സമൂഹം തല്ലിപ്പിരിയാനിടയാറുള്ളത്. അവരെ തെറ്റുകളും ശരികളും എപ്പോഴും സമൂഹത്തിന്റെ കാലാനുസൃതമായിട്ട് മാറ്റപ്പെടുന്നതാണ്. കാരണം ഒരു അബ്സല്യൂട്ട് ശരിയും അബ്സല്യൂട്ട് തെറ്റും ഒരു സമൂഹത്തിലും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അവയെ വിവേചിച്ചറിയാനായിട്ടുള്ള ബോധമുള്ള ഗുരുക്കന്മാരും എപ്പോഴും നമുക്കുണ്ടാകും. അതിന് നമ്മൾ ഇല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യണം, നമുക്ക് സ്വാംശീകരിക്കണം. അവരെ ഏത് സമൂഹത്തിൽ നിന്നായാലും ഏത് ജാതി മത അവസ്ഥയിൽ നിന്നായാലും അതിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അവരെ നമ്മൾ തിരിച്ചറിയിക്കണം. നമ്മുടെ കോൺഷ്യൻസിനെ ഉയർത്തുന്ന ആളുകളായിരിക്കണം അവർ. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിന്റെ അപ്പുറം നമ്മുടെ എക്സിസ്റ്റൻസിനെ കുറിച്ചും നമ്മൾ എന്തിന് ഇവിടെ വന്നു എന്ന് നമുക്ക് ചോദിക്കുന്ന, മനുഷ്യരിലും ജീവജാലങ്ങളിലും ജീവജാലം അല്ലാത്തവയിലും ഉൾക്കൊള്ളുന്ന ചൈതന്യത്തെ തിരിച്ചറിയാൻ കഴിയുന്ന അത്തരം വ്യക്തിപ്രഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ചട്ടമ്പസ്വാമികൾ ഇന്ന് സാങ്കേതികമായിട്ട് ഒട്ടും വികസിക്കാതെ നമുക്കെല്ലാം ആവശ്യമായിട്ടുള്ളത്. ഇങ്ങനെയൊരു സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ 100ാം വാർഷികത്തിൽ വീണ്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും അദ്ദേഹത്തിന്റെ അക്കാലത്ത് നമ്മുടെ സമൂഹത്തിൽ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച കാര്യങ്ങളെ കുറിച്ചും ചിന്തിക്കുന്നതിലൂടെ നമ്മൾ തയ്യാറാകുന്നത് അടുത്ത 100 വർഷങ്ങൾ കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ഈ സമൂഹം എന്ന് ആലോചിക്കുന്നുകൊണ്ടാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം സമ്മേളനങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അതിൽ കൂടുതലും പ്രാധാന്യം ചെറുപ്പക്കാരാണ്. ഇതിൽ കുറച്ചുപേരേ ഉള്ളൂ എങ്കിൽ പോലും അവരായിരിക്കും ഇതിലൂടെ ബെനിഫിറ്റ് ചെയ്യപ്പെടുക. പലപ്പോഴും പ്രായമേറിയവർ അധികാരമൊന്നും ഇല്ലല്ലോ. അതിലൂടെ അവർക്ക് ഈ സമൂഹത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നത് പലപ്പോഴും കുടുംബങ്ങളിലായിരിക്കും. ഇവിടെ കേൾക്കുന്നവരോ മനസ്സിലാക്കുന്നവരോ തിരിച്ച് തന്റെ കുടുംബങ്ങളിൽ ആ മെസ്സേജ് എത്തിക്കാൻ കഴിഞ്ഞാൽ, തന്റെ നെക്സ്റ്റ് തലമുറയെ ആ രീതിയിൽ ഡയറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് സമൂഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു ഗുണമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം സമ്മേളനങ്ങൾ നടക്കാനും സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യം. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ആരോഗ്യവും സമൃദ്ധിയും ഉണ്ടാകട്ടെ പ്രവർത്തിച്ചുകൊണ്ട്. Thank you, sir.